അച്ഛാ എനിക്ക് വീട്ടിൽ ഒരു വിലയില്ല അച്ഛാ. അച്ഛാ അച്ഛൻ ഞാൻ തല്ലി പുറത്താക്കിയില്ലേ? സന്തോഷം. സന്തോഷമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നേരത്തെ പറഞ്ഞ കാര്യം. ഏത് കാര്യം? എനിക്കും ചേച്ചിക്ക് സ്വത്തിൽ അവകാശം ഉണ്ടാവോ എന്നുള്ള കാര്യം. നിന്റെ അവകാശം ഞാൻ തരാടി. നിന്റെ അവകാശം നിനക്ക് ഇതാ നിന്റെ അവകാശം. അയ്യോ എനിക്ക് വേണ്ട, സ്വത്ത് വേണ്ട. മതിയോ? മതിയോ? ഉറപ്പിച്ച് പറ. എന്റെ കമ്മല് പോയി. അമ്മൂന് പോയെങ്കിൽ പോട്ടെ. ചുമ്മാ അമ്മ തല്ലി പുറത്താക്കി. കാണിച്ചു തരാം. വേനൽക്കാലമാണ്. 3 നേരം ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചില്ലേ അതൊക്കെ വാടിപ്പോവും. നമ്മ തന്നെ ഒഴിച്ചമ്മ ഡെയിലി, അതല്ലേ നല്ലത്. നിനക്കെന്താ അങ്ങോട്ട് ഒഴിച്ചാ? എനിക്ക് വേറെ പണിയുണ്ട്. നിനക്കെന്ത് പണിയാ ഇവിടെ ഉള്ളത്? എനിക്ക് എന്ത് പണിയാ ഇല്ലാത്തത് അത് പറ. എന്നാ 3 നേരം ഒന്നും ഒഴിക്കണ്ട, 1 നേരം ഒഴിച്ചാൽ മതി. എന്നെ ആരും നോക്കുന്നുമില്ല, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഒരുത്തരും മൈൻഡ് ചെയ്യണ്ട. കാണിച്ചു തരാം എന്താ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കാണിച്ചു തരാം. അമ്മേ, ആ ചെടി കണ്ടോ? അതിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അത് പായ്ച്ചെടിയാ, കായ്ക്കത്തൂല്ല പൂക്കത്തൂല്ല. ഇന്ന് ഞാനെല്ലാം അവസാനിപ്പിക്കും. ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നത്? എടീ പാച്ചെടിയാണെ അതിനെ അങ്ങ് വെട്ടിക്കള. വെട്ടിക്കള. ഇങ്ങോട്ട് വാ. മരുമോളും കൂടെ കാണിച്ചു തരാം. അവൻ ഇതും കാണിക്കും, അപ്പുറവും കാണിക്കും. എന്താ കളിക്കാടി? ചോട്ടിലേക്ക് ഒഴിക്കടി ഇതിന്റെ ചൂട്. ചോട്ടിൽ ഒഴിക്ക്, ചീഞ്ഞു പോട്ടെ. ആ തലയിലോട്ട് ഒഴിച്ചു. കൊള്ളില്ലാത്തൊക്കെ ചീഞ്ഞു പോകുമല്ലേ. നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചാലമ്മേ. എന്നെക്കൊണ്ട് പൊക്കാൻ പറ്റുമോ? വെട്ടം കിട്ടുന്നിടത്ത് പിടിക്കും അല്ലേ? ഇവിടെ അല്ല ഇപ്പൊ വേണ്ട, നാളെ ചെയ്യാം. നാളെ ചെയ്യാം, സഞ്ജുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പൊങ്ങാണ്ടൊന്നുമില്ല, ഇതാ പൊങ്ങൊക്കെ ചെയ്യും. അവക്ക് എല്ലാം പൊങ്ങും. തിന്ന് നിന്ന് മൊത്തം ശരീരത്തിൽ കിടക്കുകയല്ലേ. നിനക്ക് ചെയ്യാൻ മേലെ ഇതൊന്ന് പൊക്കി അങ്ങോട്ട് മാറ്റി വെക്കണം. സൗകര്യമില്ല. നിങ്ങളൊക്കെ കുറെ പാഴ്ചെടികളുണ്ടല്ല, ഒരു പ്രയോജനം ഇല്ലാത്തത്. ചെയ്യിക്ക്. ചാവാൻ പോണില്ലേ? എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ ചാവും. ഞാൻ എടുത്തു തരാം, എളുപ്പാവട്ടെ. കെട്ടി തൂങ്ങ്. എനിക്ക് തൂങ്ങണ്ട, നീ തൂങ്ങ വേണമെങ്കിൽ. കൂട്ട് പിടിച്ചോ. മകൻ ചാകുന്നതിന് കൂട്ട് നിൽക്കുന്നവളാ. അമ്മേനെ കൂട്ട് നിൽക്കുന്നവളാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു വേണേ എല്ലാം പറഞ്ഞ മകൻ ചാവാൻ പോകുന്നതിന് കൂട്ട് നിൽക്കുന്നവളാന്ന്. അമ്മേനെ പറഞ്ഞു, എന്നെയല്ല അമ്മേനെ പറഞ്ഞു. എന്നാണ് പറഞ്ഞ? കേട്ടില്ല? അവളെ ഞാനാണോ നിനക്ക് ചാവാൻ കൂട്ടുന്നത്? മിണ്ടരുത്. ഞാൻ അവളെയാ പറഞ്ഞത്. കൂട്ട് നിൽക്കുന്നവളാന്നാ പറഞ്ഞത്. എടാ നീ ആണോടാ പറഞ്ഞ? ഞാനാണോ നിനക്ക് കൂട്ടുന്നത് ചാവാനായിട്ട്? ഞാൻ അമ്മയെ പറഞ്ഞില്ലല്ലോ. പറയുന്നതിന് ഏറ്റുപിടിച്ചാ മതി. ഞാൻ ഈ സാധനത്തിനാ പറഞ്ഞു. അമ്മേനെ തന്നെ അമ്മ ഉദ്ദേശിച്ചത്, എന്നെയല്ല. അമ്മയ്ക്ക് ഇത്ര ബുദ്ധിയില്ലാതെ പോയല്ലോ. ഇവളുടെ ഉദ്ദേശം എന്താ? എന്നെ അമ്മ തമ്മിൽ തെറ്റിക്കുക. കൊള്ളാം നിന്റെ മനസ്സിലിരിപ്പ്. വിഷമാ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലമ്മേ. നിങ്ങൾ ആര് പറയുന്നു ഞാൻ കേൾക്കണം. അമ്മയ്ക്ക് ഇഷ്ടം സൗകര്യം പോലെ തീരുമാനിക്കും. ഞാൻ എന്നെ പറയില്ലമ്മേ. ഇതൊക്കെ അഭിനയമാണെന്ന്. ജീവിതത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ആയിപ്പോയതാ അമ്മ. നീ മുമ്പേ നീ ഇവിടെ ചെടി നനച്ചപ്പോഴും എന്റെ മേത്ത് അങ്ങോട്ട് ഒഴിക്കുമ്പോ ആയിപ്പോയതാ. അങ്ങോട്ട് ഒഴിക്കുമ്പോ ആയിപ്പോയി. സൂക്ഷിച്ചു നിന്നോ, കണ്ണുകുത്തി പൊട്ടിക്കും. ഞാൻ ഇവളെ എടുത്ത് ഈ കനാലി താക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇങ്ങനെ ചെയ്യണം എന്നോട്. ഇങ്ങനെ ആക്കണം. ചെടികൾക്ക് എല്ലാവരും ഇങ്ങനെ ആക്കിക്കൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. സന്തോഷായില്ലേ? കിട്ടേണ്ടത് കിട്ടിയില്ലേ? കയറ് തരാം, തൂങ്ങിക്കോ. ഇതിലും ഭേദാ. ഓടി മോളെ, ഇത് ക്യാമറ ഒന്ന് ഓണാക്ക്. ഇതാണ് ക്യാമറ. വേണ്ട, ഇനി എന്തെങ്കിലും അറിയണോ? വേണ്ട, ഇനിയൊന്നും അറിയില്ല. മര്യാദക്ക് എടുക്കണേ. ഇത് എന്നെയാ കാണുന്നത്. നല്ലുണ്ട് ഞാൻ. ഇത് ബാക്ക്. ഇനി ക്ലോസ് ഒക്കെ എടുക്കണം. അറിയില്ലേ? അതെല്ലാം അറിയും. നിക്കേ. കണ്ണ് ഭയങ്കര ഒരു ചൊറിച്ചില്. എടുക്ക. അടിപൊളി. ഞാൻ അപ്പോഴാ പറഞ്ഞല്ല ഞാൻ ഫോട്ടോ എടുത്തു തരാന്ന്. ഇവക്ക് ഇതിന്റെ പരിപാടി ഒന്നും അറിയത്തില്ല. ABCD പോലും അറിയത്തില്ല.
അച്ഛനെ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഫോട്ടോന്റെ കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഏ, ഒറ്റ ഫോട്ടോ പോലും മര്യാദക്കില്ല, ഫുള്ള് ബ്ലറാ. എന്ത് ബ്ലറായാലും ഞാൻ ഇവളെക്കാട്ടി ഭേദമായിട്ട് എടുക്കും. എടാ മോനെ, എന്തേ? ഞാൻ ഇവളെക്കാളും നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നു നിനക്കറിയാമല്ലടാ. അമ്മ ആ അമ്മ ഡൈ അടിക്കുമല്ലേ ചെയ്യുന്നത്? ആണെങ്കി എന്നാ പിന്നെ അത് ചെയ്. ഡാ കണ്ടോടാ അവളുടെ അഹങ്കാരം. ഒന്നില്ലേ ഞാൻ അവളുടെ അമ്മയമ്മയല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിലേ അമ്മായിമ്മ വായടച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. അവളുടെ നാവ് അത്ര ശരിയല്ല. ഓ, ഇങ്ങനെ ഒരു മൊരങ്ങോട്ടനാണല്ലോ ഞാൻ പ്രസവിച്ചത്. കുത്തിട്ടേ തലയിൽ ഒറ്റാട്ടി വെച്ച് ഒരു അമ്മേ, എന്താ ഇടയ്ക്കിടയ്ക്ക് കണ്ണു ചൊറിയണേ? നേരത്തെ ഉണ്ട് പോളെ, എന്താ അറിയില്ല, എന്തോ ദുരന്തം വരാനാ. എന്നെക്കാ വലിയ ദുരന്തം ഇനി എന്ത് വരാനാ. ഔ ഓ പിന്നെ കണ്ണ് തുടിച്ചാ ഉടനെ ദുരന്തം വരാമോ? ഇതൊക്കെ അന്ധവിശ്വാസങ്ങൾ. അല്ല അച്ഛാ, ശരിക്കുള്ളതാ. അമ്മയ്ക്ക് കണ്ണു തുടിക്കാറുള്ളപ്പോഴൊക്കെ ഇവിടെ എന്തെങ്കിലും സംഭവിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ അമ്മ കരയും, അല്ലെങ്കിൽ ഞങ്ങൾ കരയും. എടാ പ്രകാശ, അത് ശരിയാ അവള് പറഞ്ഞത്. ഇവക്കടെ കണ്ണ് വലത്തെ കണ്ണ കണ്ട് തുടിച്ചപ്പോ ഞാൻ ആ ബാത്റൂമിൽ പിടച്ച് വീണ ഓർക്കുന്നില്ലടാ. അമ്മ പിടച്ചു വീണതേ അവളുടെ കണ്ണ് തുടിച്ചോണ്ടല്ല, ആവശ്യത്തിൽ കൂടുതൽ എണ്ണ എഴുതാൻ ഒഴിച്ചു വെച്ചോണ്ടാ നിലത്ത്. എണ്ണ അടിച്ച് വീണിട്ട് കണ്ണ് ചൊറിഞ്ഞു. ആരടാ രാവിലെ എങ്ങോട്ട് വരുന്നത്? ആ എനിക്കറിയത്തില്ല. ആ നമ്മുടെ സരിതമോളാണല്ലോ. ഓ ഇതായിരുന്നു ആ ദുരന്തം. അമ്മ ഞാനിപ്പൊ വരാട്ടാ. ഇത്രയും മതി, ഇത്രയും മതി. എന്തൊക്കെട്ട് സുഖനാ? പിന്നെ പറ്റെടുക്കട്ടാ. അവരെന്തിനാണോന്നും പറയണ്ടോന്നേ? അതൊന്നും എനിക്കറിയില്ല. സാധനങ്ങൾ എടുത്തു നോക്കണ്ടേ? അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം എന്റെ 2 നല്ല പെർഫ്യൂം എടുത്തോണ്ട് പോയത്. പോയാ ഒളിപ്പിച്ചു നോക്ക്, ടെറസിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു നോക്ക്. ഷാമ്പു എടുക്കണ്ടേ? ആ മക്കളെ, എന്താ മടത്താലേ? ഓ ഡൈ അടിച്ചാടി. താളി ചേച്ചി ഒട്ടിച്ച ചോലുണ്ട്. ആ വാ വാ കേറു. എടാ ഇത് കൊളുത്തിട്ട് അതുമ്പോ പിടിച്ച് വലിക്കും. ഞാൻ പിടിച്ച് വലിച്ചു പോയാ. ആ, ചേച്ചി ചേട്ടാ വായോ, എന്താ നടക്കണ്? നടക്കടാ. കഴിഞ്ഞാ പറ്റല്ലേ? ഡ്രസ്സൊന്നും കൊടുക്കില്ലല്ലോ. കുഴപ്പമില്ല. ഇല്ല അതൊന്നും എടുക്കില്ല. എന്നാലും പറയാൻ പറ്റത്തില്ല, എടുക്കെടുക്ക് മൊത്തം കാലിയാക്ക്. നീ എന്താടി മോളെ വിളിക്കാണ്ട് വന്ന്? എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. ഓ വലിയ സർപ്രൈസ് ആയിപ്പോയി. എന്ത് എന്റെ വീട്ടിലോട്ട് വരാൻ ഞാൻ പ്രത്യേകം വിളിച്ചു വരണം? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ പുണ്ണി, ഇവനകെ മെലിഞ്ഞു പോയല്ലോ. പിന്നെ തിന്നാനും കൊടുക്കുന്നില്ലേ? ഇത്ര വയറില്ല, ഞാൻ മെല്ലിയതാ. അമ്മ ഇങ്ങനെ നല്ല ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പച്ചീനെക്കാട്ട് നല്ല ടേസ്റ്റ് അല്ലേ ഫുഡ്. 6 നേരം എന്നുള്ളത് 4 നേരമാക്കി കുറച്ചിട്ടുണ്ട്. അതിന്റെ കുറവാ. ചേട്ടന് മോശമൊന്നും അല്ല. ഓ ചേച്ചി കുറച്ച് നാരങ്ങൾ എടുത്ത് കുടിക്കാൻ. ഉപ്പ് മതിയേ? നാരങ്ങ ഇല്ല. സ്ക്വാഷ് മതി. അയ്യ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ മേടിക്കാറില്ല സരിത. പിന്നെ എന്തുണ്ട് കുടിക്കാൻ? സാധാരണ പച്ചവെള്ളം മതിയാവുക. ആ ചേച്ചി മുട തുടങ്ങിയല്ലോ. ജാടയാടി, അത് കാര്യമാക്കണ്ട. ആ അതൊക്കെ വിട്. നീ നിന്റെ വിശേഷങ്ങൾ പറയടി. ഓ എനിക്കെന്ത് വിശേഷം ചേട്ടാ. പിന്നെ ആ പെണ്ണ് ഭയങ്കര പഠിത്താണ് കേട്ടാ. ഏത് പെണ്ണാടി? എന്റെ മോള്. അവളിപ്രാവശ്യം PSC വാങ്ങുന്നുള്ള വാശിയില. ഇവിടെ സഞ്ജുവും ഭയങ്കര പഠിത്തവാ. ആണോ? അവൻ PSC ജയിച്ചേ അടങ്ങുന്ന ഞങ്ങൾക്ക് വാക്ക് തന്നിരിക്കുക. കണ്ടാ മതി. അല്ല പിള്ളേരവിടെ പോയി? വാട പിള്ളേരെ, ഇതെന്ത് പതുങ്ങിയേക്കണ്? ഇങ്ങട് വാ. അപ്പൊ ചെപ്പോന്ന് ദിപ്പ. നിന്റെ വ്ലോഗൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടാ. മേക്കപ്പ് ഇത്തിരി കൂടുതലാണല്ലേ?
കുറച്ച്. ബാക്കി എന്റെ ഒറിജിനൽ സൗന്ദര്യ. ഓ നിനക്ക് സൗന്ദര്യം കൂടിയപ്പോ ഞാൻ വിചാരിച്ചു അപ്പൊ ഇത് മേക്കപ്പ് ഇട്ടതാണല്ലേ. അയ്യോ കൃഷ്ണേ, നീ എന്താ മിണ്ടാണ്ടിക്കണേ? അല്ല ഗ്യാപ്പ് തന്നാ ഞാൻ മിണ്ടായിരുന്നു. നീ മിണ്ടിക്കോ. ഹായ്, മുടി നല്ല നീളം വെച്ചോട്ടാ. കഴിഞ്ഞ പ്രാവശ്യം വന്നതേക്കാളും കനം വന്നു. ഏത് വെളിച്ചെണ്ണ തേക്കണ നീ? സാധാ വെളിച്ചെണ്ണ. ചേച്ചി നിങ്ങൾക്ക് എണ്ണ ഏതാണ് കാച്ചി കൊടുക്കണത്? ഓ അവളൊന്നും തേക്കാറില്ല. ഒന്നും തേക്കാറില്ലേ? അതെ, നീ ഇപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനൊക്കെ വല്ലതും പഠിച്ചാ? കഴിഞ്ഞ പ്രാവശ്യം നിന്റെ ചിക്കൻ കറി കഴിച്ചിട്ട് 2 ദിവസം ഞാൻ ബാത്റൂമിൽ കയറി ഇറങ്ങാണ്ടെന്നത്. ഇപ്രാവശ്യം വായിക്ക് രുചിയെ വല്ലതും തരണോട്ടാ. അല്ല സഞ്ജയ് എവിടെ പോയി? ഞാൻ പറഞ്ഞില്ലേടി, അവൻ PSC പഠിച്ചോണ്ടിരിക്കുക. എന്നാ പിന്നെ ഞാൻ അവൻ ഇന്ന് കണ്ടിട്ട് വരാം. ഇന്നൊരു സേഫ്റ്റിക്ക് ഞാനും വരാം. നീ ഒന്നും വരണ്ട, പാടാ. ആ ഞാൻ വരണം. അവളൊരു കറുത്ത സാരിയും ഒരു ബാഗും. നിന്റെ മുടി ഇന്ന് കണ്ണു വെച്ച് പോകും. അയ്യോ, ഓ എൻ്റെ മോള് കണ്ണു വെച്ചങ്ങ് പോകും. അവള് വന്നപ്പോഴേ എല്ലാത്തിൻ്റെ മോന്ത കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നു. നിനക്ക് അവള് വന്നത് ഇഷ്ടമായില്ല, എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എല്ലാരും കയറി ചൊറിഞ്ഞാ ഇഷ്ടപ്പെടൂ. അവളെല്ലാവരും ചൊറിയാൻ വന്നു. അവൾ അവക്കടെ അമ്മയെ കാണാൻ വന്നു. അവളുടെ കൂടപ്പുറപ്പിനെയൊക്കെ അവനെ ഒന്ന് കാണണം, പിള്ളേരെയൊക്കെ ഒന്ന് കാണണം എന്ന് മാത്രമേ അവള് വിചാരിച്ചോളൂ. ചൊറിഞ്ഞു. എന്ത് ചൊറിഞ്ഞു? എന്റെ മേക്കപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞതോ? എടി കൂടുതലുണ്ട് നിനക്ക് മേക്കപ്പ്. എനിക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കണക്കായിപ്പോയി. ഓ അവക്ക് കുറവൊന്നുമില്ല. അവൾ ഒരുപാട് വാരി തേച്ചിട്ടാണ് ഇപ്പം വന്നിട്ട് ഇവിടെ ഇരുന്നത്. എടി അവളൊരു ആഭരണം പോലും ഇട്ടിട്ടില്ല. ഏതാണ്ട് കറുത്ത ഇരടയിൽ ഏതാണ്ട് കമ്പ് ചുറ്റി കെട്ടിയിട്ടിരിക്കുന്നു. അവളൊന്നും ഇട്ടിട്ടില്ല. എന്തോരിങ്ങന്നാ പറയുന്നേ? അത് അവളെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് അവൾക്ക് സ്വർണ്ണമൊന്നും ഇല്ലാത്ത. ഓ നിനക്ക് കുറെ സ്വർണ്ണമുണ്ട്, ഒക്കെ മുക്കുണ്ടോ. പന്നി നീ എന്റെ നോക്കിയല്ലേ മൊത്തം കോഴി പഠിച്ചു വെച്ചേ. ആ ഹോർട്ടിക്കൾച്ചർ നീ ആ ഡയഗ്രം ഫുള്ള് നോക്കിയിട്ട് നീ മാത്രം പാസ്സായി. പിന്നെ ഞാൻ അങ്ങനെ പൊട്ടി. പിന്നെ നിന്റെ വീട് എടാ, എനിക്ക് ഇതും കൂടെ കൂട്ടി എന്റെ 6ാമത്തെ സപ്ലിയാ. ഞാൻ ഇനി ഇത് അച്ഛൻ്റെ അടുത്ത് എങ്ങനെ പറയാനേ? തീർന്നു എന്റെ ഇവിടുത്തെ പൊറുതി. അതിപ്പം മാഡം പറയട്ടെ എന്തെങ്കിലും, അപ്പൊ ഞാൻ നോക്കിക്കോളാം. ആ എന്തിനും അപ്പച്ചേപ്പൊന്ന് ഞാൻ കുറച്ചേരെ വന്നിട്ട് നിന്നെ കാണാണ്ട് അന്വേഷിച്ചു വന്നതാ. എന്നെ കണ്ണുറച്ച് കണ്ടല്ലോ. ഞാൻ ഒന്ന് പോട്ടെ, കുറച്ചിട്ട് പണി. നിനക്ക് എന്താ തിരക്ക്? ചേട്ടന് PSC പഠിക്കാനുള്ളതാ. PSC? അതെ, എനിക്ക് ഇനി ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പഠിക്കാൻ കുറെ ഉണ്ട്. ഞാൻ പോട്ട്. എടാ നിക്കടാ, ഞാനിപ്പോ വന്നല്ലേ ഉള്ളു. കുറച്ച് മിണ്ടിട്ടൊക്കെ പോ. എന്നാ മിണ്ട എന്തുവാ? അയ്യോ, നീ ആകെ ക്ഷീണിച്ചു പോയടാ. അമ്മയൊന്നും തിന്നാൻ തരുന്നില്ലേ? ഇവനും അതെ ക്ഷീണിച്ചു പോയി. അയ്യോ ഇവൻ അവിടെ കൊണ്ട് ക്ഷീണിച്ചു. അല്ല നിന്റെ PSC പഠിത്തൊക്കെ എന്തോരായി? പഠിത്തമൊക്കെ ഒരുവിധമൊക്കെ ആയി. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് അപ്പച്ചിയോട് തന്നെ പറഞ്ഞു. എന്റെ മോള് നന്നായിട്ട് പഠിക്കണ്ടേ? നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിലേ അവള് ജോലി കിട്ടി സ്വത്തൊക്കെ അടിച്ചു മാറ്റും. അതൊക്കെ അപ്പത്തെ കാര്യല്ലേ, അതല്ല അന്നേരം ഞാൻ നോക്കിക്കോളാം. ഹലോ ഹലോ, സരിതപ്പച്ചിന്റെ മോളിനെ കാട്ട് 2 ഇരട്ടി മൂള ഈ സഞ്ജയ് പിപിയിലുണ്ട്. മൂള തൊട്ട് കളിക്കണ്ടേ എന്റെ ചേട്ടന്റെ? ഇതൊക്കെ കണ്ടാ മതി. എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. അപ്പൊ ശരി. കുത്തിക്കയറ്റി എന്തിനാണ് ഇതിനെ കുറിച്ചോണ്ട് നീ ഇങ്ങോട്ട് വരുന്നേ? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പച്ചി ചേട്ടനെ തിരക്കി വന്നപ്പോ ഞാൻ പിന്നാലെ സ്വയം വന്നാ. എനിക്ക് അപ്പച്ചി ഇപ്പൊ എന്നെ തിരക്കി വരുന്നത് ആർക്കറിയാ? പോയില്ലേ? വന്ന് നിക്കൂടാ. അല്ല അവിടെ നിന്നും കിട്ടിയില്ലേ തിന്നാൻ? പോയില്ല. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി വെറുതെ വന്നതാ. ഇനി ഇങ്ങനെ പഴത് ഓടി നിന്ന് ഇവിടെ ഒന്ന് കേൾക്കും നമുക്കറിയാം. ഇപ്പൊ നിന്റെ ധൃതി മാറിയാ? മാറി. ഇപ്പൊക്കെ എല്ലാം ഓൺലൈൻ അല്ലേ, ടെക്നോളജി. ഇതായിരിക്കും. ഇതാ നടക്കട്ടെ. എന്നാ പിന്നെ ഞങ്ങട് അത് അപ്പച്ചീന്റെ മോൾക്ക്. എന്തുട്ട് ഇത്? ഓ ഇവന് അതില്ല, നിനക്കും അതില്ല. ആഹാ, എന്റെ മോളെ പഠിച്ചു മിടിക്കാവും മോനെ. ഒരു വരവുണ്ട് അവള്. ഓ ഈ സ്വത്തും ഈ പറമ്പും ഈ തെങ്ങും ഈ ഓടും ഒക്കെ അവൾക്കാ. ഓ എടുത്തോണ്ട് നോക്കാം. അതൊക്കെ ഓക്കെ, പക്ഷേ അപ്പച്ചീന്റെ മോൾക്ക് തേങ്ങ കിട്ടു. നോക്കടാ നോക്കാം. നീ ചിരിച്ചോണ്ടിരുന്ന കാണിച്ചരാ. ഓടാ, ഇപ്പൊ ഞാൻ ശരിക്കും കഴിക്കാൻ പോവാ. കരുതിനാ മൊത്തം കാർപ്പെടുത്തു തോന്നുന്നു. എന്ത് അഹങ്കാരല്ലേ? ഇനി എന്നെ ചോദിച്ചാ നിനക്ക് അറിയത്തില്ല കേട്ടല്ലോ. വിളിച്ചോണ്ട് വന്നേക്കൽ. ഞാൻ വിളിച്ചോണ്ട് വന്നേ അല്ല ഏട്ടാ.
ദോശക്ക് എന്ത് പുളിയാണ് ചേച്ചി? എന്നിട്ട് ഇവിടെ എല്ലാരും കഴിച്ചല്ലോ, ആരും പുളിയുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അമ്മയ്ക്ക് തോന്നിയില്ലേ അമ്മ പുളി? ഓ ഭയങ്കര പുളിയായിരുന്നടി. എന്നിട്ട് നല്ലോണം വെട്ടി വിഴുങ്ങിയല്ലോ, അന്നേരം എന്താ പറയാഞ്ഞേ? വേറെ വല്ലതും തിന്നാനുണ്ടായിട്ട് വേണ്ട പറയാൻ. അമ്മ വിഷമിക്കണ്ട അമ്മ, ഞാൻ കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുമല്ലോ. അമ്മയ്ക്ക് നന്നായിട്ട് ഫുഡൊക്കെ വെച്ചാലാട്ടാ. എത്ര ദിവസം? കുറച്ച് ദിവസം. എന്താ കഴിഞ്ഞ പ്രാവശ്യം ഞാനല്ലേ കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കിയ മഹിമയെല്ലാം ഞാൻ കണ്ടതാ. കിച്ചൺ മുഴുവനും വൃത്തിയേടാക്കി വെച്ച് പാത്രം തികച്ചും ഞാനാ കഴുകിയത്. പാത്രം തികച്ചും കഴുകിയെന്ന് പറയണ്ട, കുറച്ച് പാത്രം ഞാനും കഴുകിയിരുന്നു. വലിയ ജാടർക്കല്ലേ? തള്ളലിന്റെ ഒരു കുറവുമില്ല അല്ലേ ഇപ്പോഴും? ഇല്ല, ഒരു കുറവില്ല. അമ്മ അമ്മ ഇങ്ങനെ സഹിക്കണമ്മ. നീ എന്തിനടി എപ്പോഴും അവളോട് അടി കൂടാൻ നിൽക്കുന്നത്? അവളിപ്പോ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അതെന്താ അമ്മേ അവളോട് അത് പറയാത്തെ? എന്റെ മുഖത്ത് നോക്കി മാത്രമേ അമ്മക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. കണ്ട കണ്ട അമ്മ, ചേച്ചിയുടെ മുരട്ടി സ്വഭാവം കണ്ട. എന്ത് പറയാനാ എന്റെ ചേട്ടന്റെ യോഗം. ചേട്ടൻ അങ്ങനെ തന്നെ വേണം. ആ ചേട്ടന് നല്ല യോഗ. ചേട്ടന്റെ കാര്യവും അമ്മയുടെ കാര്യമൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കുന്നത്. ആണോ അമ്മ? കുഴപ്പമൊന്നുമില്ല. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? വയസ്സാം കാലത്ത് മിണ്ടായിരിക്കുന്ന നല്ലത്. ഓ അങ്ങനെയൊക്കെ ആയി. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഞാനിത് കേൾക്കണം. അയ്യോ ചേച്ചി പോലെ ചേച്ചി ചുമ്മാ പറഞ്ഞാന്ന്. ചേച്ചി കാര്യമായിട്ടെടുത്ത്. നീ എന്തിനാടി അവളോട് എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ചേച്ചിയോട് ആര് പറഞ്ഞ കാര്യമായിട്ട് എടുക്കാൻ? ഞാൻ എന്തെങ്കിലും അവളോട് പറഞ്ഞാൽ അത് അവള് കാര്യമൊക്കെ എടുക്കാറൊന്നുമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്കറിയാം. അമ്മയ്ക്ക് മിണ്ടാണ്ടിരിക്കായിരുന്നില്ലേ? അമ്മ ഒന്ന് കുണുകുണ പറഞ്ഞിട്ടല്ലേ ഒന്നും പറഞ്ഞില്ല. രണ്ട് ദോശ കൊണ്ട് ഉണ്ടാക്കാ വേണ ചുട്ട് തിന്നടി വേണ ഇട്ടാമ ആവല്ലമ്മ, അത് പൊട്ടിച്ച്. ഞാൻ ചുടുന്ന ദോശ ആരും കഴിക്കണ്ട. വല്ല വെന്തിട്ടില്ല അത്. മറിക്കും ചേച്ചി ഞാൻ വെറുതെ വേണ്ട കഴിക്കണ്ട. എടി അവക്ക് വിശക്കൂലേ, കഴിക്കട്ടെ. വേണ്ട, എനിക്കും എന്റെ മക്കൾക്കും ചുടുന്നതാ. ചേച്ചി ഞാൻ വെറുതെ അങ്ങനെ വെറുതെ വേണ്ട. സത്യമായിട്ടോ ചേച്ചിന്റെ മത്തക്കൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാണ്. ചക്കര ഇനി മത്തല്ലേ വെറുതെ പറഞ്ഞാണ്. ദോശ എടുക്ക് ചേച്ചി, ലാഭം കിട്ടൂട്ടാ. കിട്ടോ ഞാൻ വെറുതെ പറഞ്ഞാണ്. തിന്നോണ്ടിരിക്കുമ്പോ മാറ്റാൻ കൊള്ളാവോ? പെണ്ണ് എന്തിട്ടു പെണ്ണാ ചുട. എന്നിട്ട് അമ്മ എന്റെ അടുത്ത് എത്ര പ്രാവശ്യം അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്? അതൊന്നും കാര്യമില്ല. ഓ എന്റെ പൊന്നെ ഇല്ല ചെയ്യില്ല, ചുമ്മാ. നല്ല ദോശ ചേട്ടാ. രണ്ടെണ്ണം എനിക്ക് കൊടുത്തു തന്നേരെ. പുളിയുണ്ടോ? പുളിയില്ല. അപ്പൊ പിന്നെ നേരത്തെ എന്തിനാ അങ്ങനെ പറഞ്ഞ? തരാം. കുറച്ച് പുളിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. പുളി അഡ്ജസ്റ്റബിൾ. കൊണ്ട് തന്നാ പുളി മാറും. ആ ചാട്ടനെ ചേച്ചിയാണ് വീടിന്റെ ഐശ്വര്യം. അങ്ങനെ പറഞ്ഞോണ്ട് ഒന്നും കൂടി മതി. അയ്യോ മതി, സത്യം മതി. എടാ നീ ആ സപ്ലിയുടെ ഡേറ്റ് വന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറ, എന്തെങ്കിലും ചെയ്യാം. എന്തോ അച്ഛാ, എന്താണ് ഇത്? ഞാൻ ഒരു ഓഡിയോ അയക്കുമായിരുന്നു. നിന്റെ ഓഡിയോ ആയപ്പോ കൂടുന്നുണ്ട് കേട്ടോ ഈടെയായിട്ട്. ആ ഇനി നോക്കിക്കോളാം. നീ വന്നേ. നിന്റെ എക്സാം റിസൾട്ട് ഇന്നല്ലേ വരുന്നത്? ഇന്നാണോ വരുന്നേ? എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? മാത്രമല്ല, പാരന്റ്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജും വന്നിട്ടുണ്ട്. ആ അതിന്നാ വരുന്നത്. അത് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വരുമ്പോ ഞാൻ അച്ഛനോട് പറയാം. ആ, നീ എല്ലാത്തിനും ജയിക്കുവോടെ? എന്താ വെച്ചാൽ അങ്ങനെ ഒരു വർത്താനം? നീ വല്ലതിനും പൊട്ടിക്കഴിഞ്ഞാലേ നിന്റെ അപ്പച്ചിയുടെ ആട്ടും തുപ്പും ഒക്കെ ഞാൻ കേൾക്കേണ്ടി വരും. അവളുടെ മകള് വലിയ പഠിപ്പിസ്റ്റാണെന്നാണല്ലോ അവളുടെ ഭാവം. അതുകൊണ്ട് ചോദിച്ചതാ. ആ ഞാൻ വലിയ പഠിപ്പിയൊന്നും അല്ല. എന്തുവാടേ അങ്ങനത്തെ ഡയലോഗ്? നീ പൊട്ടിപ്പോവോ? പൊട്ടാനാ? ഞാൻ പഠിത്തൊന്നുമില്ല. പൊട്ടരുത്. ഇനി നീ PSC ടെസ്റ്റും കൂടെ പാസ്സായിട്ട് വേണം എനിക്ക് സരിതയുടെ മുമ്പിൽ പോയി പടപട എന്ന് പടക്കം പൊട്ടിക്കാൻ. ആ എന്തിന്? എടേ, എന്റെ മകൻ PSC ടെസ്റ്റ് പാസ്സാകുന്നതിന് സരിതയുടെ അച്ഛൻ വന്ന് പടക്കം പൊട്ടിക്കോ? അത് അച്ചാച്ചനല്ലേ? അച്ചാച്ചൻ? ഏത് അച്ചാച്ചനടേ? അച്ഛന്റെ അച്ഛൻ. ശരിയാണല്ലോ.
ഞാനതൊക്കെ മറന്നുപോയേ. ഒന്ന് മാറിയിരുന്നാല് എനിക്കൊന്ന് അങ്ങോട്ട് പോവായിരുന്നു. റിസൾട്ട് വരുമ്പോ എന്നെ വിളിച്ച് അറിയിക്കണം. അതാ ലിങ്ക് വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ആ ഇവരൊക്കെ ചോദിച്ചു തുടങ്ങിയേട്ടാ എനിക്ക്. ആരുടെ ആര് ഫോണില്? അത് കൂട്ടുകാരൻ. ഏത് കൂട്ടുകാരൻ? എന്റെ എല്ലാ കൂട്ടുകാരും അച്ഛനങ്ങ് അറിയോ പേര് പറഞ്ഞ? കൂട്ടുകാരനൊന്നും അറിയണ്ട, എനിക്കൊരു സംശയം, റിസൾട്ട് വന്നോ ഇല്ലയോ എന്ന്. ഗ്രൂപ്പിൽ വന്നില്ലല്ലോ, ഗ്രൂപ്പിൽ വരുമ്പോഴാണ് അച്ഛൻ അറിയാൻ പറ്റും. ഇത് അവിടെ ഇല്ല. അപ്പം വരുമ്പോ ഞാൻ അങ്ങോട്ട് വന്ന് അറിയിച്ചോളാം. നമുക്ക് ആദ്യം വരും, ഞങ്ങൾക്ക് ആദ്യം വരും. പോർട്ടലിൽ ആദ്യം അപ്ലോഡ് ചെയ്യും. വരും. പിന്നെ മുഖത്ത് ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്ത് വ്യത്യാസം? കള്ള ഒളിപ്പിക്കുന്നൊന്നും അല്ലല്ലോ. ഓ മക്കളെ, അച്ഛനും ഇതൊക്കെ മനസ്സിലാകാൻ കണ്ടാല്. എന്ത് വ്യത്യാസം? ഞാൻ അവളുടെ രാവിലെ എന്തൊക്കെ ഇട്ടായിരുന്നു, അതിന്റെ വല്ല വ്യത്യാസമായിരിക്കും. സൺസ്ക്രീൻ. നിന്റെ ആറ്റിറ്റ്യൂഡ് അത്ര ശരിയല്ല കേട്ടാ. ജയിച്ചല്ലോ, ഒന്നുകളയും നിന്നെ. റിസൾട്ടൊന്നും വരട്ടെ ഇങ്ങോട്ട്, എന്നിട്ടല്ലേ എന്റെ പൊന്നെ. മോൻ കണ്ടു കഴിഞ്ഞാലേ ഏതോ വലിയ കള്ളത്തിനെ ഒളിപ്പിക്കുന്ന ഒരു ലുക്കുണ്ട്. അതിപ്പോ ജന്മന കിട്ടുന്നതായിരിക്കും, ഹെറിഡിറ്ററി. അങ്ങനെ സാധനമൊക്കെ ഉണ്ടോ? ഞാൻ ഒന്നും ബിസി. അച്ഛനൊന്ന് പോക്കെ പോവാൻ. എടാ, ഇന്നിവിടെ പണി വാളും. ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് ലിങ്കിൽ റിസൾട്ട് ഒക്കെ. ഞാൻ എന്താ ചെയ്യാ? നീ എന്തായാലും ഒക്കെ പറഞ്ഞ ഒന്ന് വേഗം സെറ്റാക്കി തന്നേലും.